കഴിഞ്ഞ ദിനം രാത്രി മുതൽ ഒരു ഇന്നിംഗ്സ് കൊണ്ട് ലോകം മുഴുവനും ചർച്ചാവിഷയമായിരിക്കുകയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ ജമീമ റോഡ്രിഗസ്. മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരാളിയായി ലഭിച്ചത് കരുത്തരായ ഓസ്ട്രേലിയയായിരുന്നു. വിജയം ഇന്ത്യയുടെ കൈകളിൽ നിന്നും വഴുതിപ്പോകുമെന്ന അവസരത്തിൽ ജമീമയുടെ തകർപ്പൻ ഇന്നിംഗ്സായിരുന്നു ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ചത്. പുറത്താകാതെ 127 റൺസ് നേടിയ ജമീമ മത്സരശേഷം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആദ്യമായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാതാപിതാക്കൾക്കും പരിശീലകർക്കും ടീം അംഗങ്ങൾക്കും നന്ദി പറയുന്നു. കളി അവസാന നിമിഷങ്ങളോടടുത്തപ്പോൾ എന്താണ് തനിയെ പലതവണ പറയുന്നത് കണ്ടത് എന്ന ചോദ്യത്തിന് അഭിമാനത്തോടെ മറുപടി പറഞ്ഞത്, ഞാൻ ആ ഉദ്വേഗ നിമിഷങ്ങളിൽ ദൈവവചനമാണ് ഉരുവിട്ട് കൊണ്ടിരുന്നത് എന്നായിരുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14 വചനമാണ് ഞാൻ പലതവണ ആവർത്തിച്ചുരുവിട്ടത്. ആ ദൈവവചനമാണ് എനിക്ക് ഊർജം നൽകിയതും രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ചതും. കോടാനുകോടി ജനങ്ങൾക്ക് മുൻപാകെ പരസ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്ത ജമീമ എന്ന പെൺകുട്ടിയുടെ ആദ്യ ലോകകപ്പ് മത്സരമാണിത്. ഈ സംഭവത്തിനൊപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ജമി അതിജീവിച്ച പ്രതിബന്ധങ്ങളുടെ നീണ്ട നിര കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് ഇവരുടെ കഥ പൂർണ്ണമാവുകയുള്ളൂ. മുംബൈയിലെ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് ജമീമ ജസീക്ക റോഡ്രിഗസിന്റെ പോരാട്ടം ആരംഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 10 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു കുടുസ് മുറിയിൽ നിന്ന്. പാവക്കുട്ടികളോടൊപ്പം കളിക്കേണ്ട പ്രായത്തിൽ ജമിയുടെ കയ്യിലേക്ക് പിതാവ് ഇവാൻ റോഡ്രിഗസ് വെച്ച് നൽകിയത് ഒരു ക്രിക്കറ്റ് ബാറ്റായിരുന്നു. അതോടെ മൂത്ത സഹോദരങ്ങളായ ഇനോക്കും ഏലിയുമടക്കം 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് കഷ്ടിച്ച് കഴിയാൻ മാത്രം ഇടമുണ്ടായിരുന്ന ആ ഒറ്റമുറി വീട് ക്രിക്കറ്റ് ഗ്രൗണ്ടായി മാറി. പ്ലാസ്റ്റിക് ബോൾ തലങ്ങും വിലങ്ങും പറന്നപ്പോൾ തലയിൽ ബോൾ കൊള്ളാതിരിക്കാൻ പലപ്പോഴും തലയിണയും പുതപ്പും പൊതിഞ്ഞാണ് അമ്മ തവിത വീട്ടിനുള്ളിൽ കഴിഞ്ഞത്. വളർന്നു വന്നപ്പോൾ മൂത്ത സഹോദരങ്ങൾക്ക് മികച്ച പരിശീലനം നൽകുന്നതിലായിരുന്നു പിതാവിൻ്റെ ശ്രദ്ധ. 2 മണിക്കൂർ അവർക്ക് ബാറ്റിംഗ് പരിശീലനം നൽകുമ്പോൾ ഫീൽഡ് ചെയ്യാൻ ജമിയെയും കൂടെ കൂട്ടി. അത്രയും നേരം ഫീൽഡ് ചെയ്തതിന് പ്രതിഫലമായി ജമിക്ക് 15 മിനിറ്റ് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കും. എന്നാൽ ഒരിക്കൽ ജമിയുടെ മികവ് മനസ്സിലാക്കിയ സുഹൃത്തായ സെലക്ടർ ജമീമയെ കൂടെ മത്സരത്തിനയക്കാൻ അഭ്യർത്ഥിച്ചു. 9 വയസ്സ് പ്രായമുണ്ടായിരുന്ന ജമി അന്ന് അണ്ടർ 16 മത്സരത്തിൽ ആൺകുട്ടികളോടൊപ്പം പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാളാണ് ജമീമയോട് ആദ്യമായി ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത്. സച്ചിനെ പോലെ ഇന്ത്യൻ താരമായി മാറുമ്പോൾ ഓട്ടോഗ്രാഫ് മേടിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ 9 വയസ്സുകാരിയുടെ പക്കൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിയത്. ഇന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ജമീമ പങ്കെടുക്കുന്ന മത്സരങ്ങൾ TV-യിൽ നടക്കുമ്പോൾ അന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിയ വ്യക്തി വിളിക്കാറുണ്ടെന്ന് ഇവാൻ പറഞ്ഞിരുന്നു. ഈ സംഭവത്തോടെ ജമീമയെ കൂടുതൽ ശ്രദ്ധിക്കാനും മികച്ച പരിശീലനം നൽകാനും ഇവാൻ ശ്രദ്ധിച്ചു. ജമീമയ്ക്ക് ബാറ്റിംഗ് പരിശീലനം നൽകുമ്പോൾ ഫീൽഡ് ചെയ്യുക എന്നതായിരുന്നു സഹോദരന്മാരുടെ പുതിയ റോൾ. വനിതാ ക്രിക്കറ്റിന് ഒട്ടും പ്രാധാന്യമില്ലാതിരുന്ന കാലത്താണ് ജമീമ റോഡ്രിഗസിനെ ക്രിക്കറ്റ് പരിശീലിപ്പിക്കുവാൻ ഇവാൻ ഇറങ്ങിത്തിരിച്ചത്. ജമിയുടെ പരിശീലനത്തിനായി ഊർജവും സമയവും സമ്പത്തും മാറ്റിവെച്ച ആ പിതാവിന് മാനസിക രോഗമാണെന്ന് വരെ പലരും പറഞ്ഞു പരിഹസിച്ചു. എന്നാൽ ഇതൊന്നും ഇവാനെയോ ജമിയെയോ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അണുവിടെ വ്യതിചലിപ്പിച്ചില്ല. ഇന്ത്യൻ ടീമെന്ന സ്വപ്നം അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞിരുന്നു. ഒരു വശത്ത് ക്രിക്കറ്റിനോടും സ്പോർട്സിനോടും അഭിനിവേശം പുലർത്തിയപ്പോഴും റോഡ്രിഗസ് കുടുംബം 1-ാം സ്ഥാനം നൽകിയത് ദൈവത്തിനായിരുന്നു. കളിക്കും പഠനത്തിനും ഉപരിയായി ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതത്തിനാണ് പ്രാധാന്യമെന്ന ബോധ്യം കുട്ടിക്കാലത്ത് തന്നെ ജമിക്ക് ലഭിച്ചു. ആരാധനാ കൂട്ടായ്മകളിലും മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്ന ജമി ഗിറ്റാർ ഉപയോഗിച്ച് മ്യൂസിക്കൽ വേർഷിപ്പിന് പലപ്പോഴും നേതൃത്വം നൽകിയിരുന്നു. ദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിലൂടെ കാണിച്ചു നൽകിയവരായിരുന്നു ജമീമയുടെ മാതാപിതാക്കൾ. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദൈവത്തോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മാതൃക കണ്ടാണ് ജമി വളർന്നു വന്നത്. സ്കൂൾ തലത്തിലും പിന്നീട് മുംബൈ അണ്ടർ 16 ടീമിൽ കളിച്ചപ്പോഴും കളിക്കളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജമീമയായിരുന്നു.
തന്നേക്കാൾ പ്രായത്തിൽ വളരെയധികം മുതിർന്നവരോടൊപ്പം കളിക്കാൻ ഭയപ്പെട്ട ജെമിയോട് ഒരു മത്സരത്തിനു മുൻപ് പിതാവ് ഇവാൻ ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൻ്റെ രാജകീയ രക്തമാണ് നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. നീ ദൈവത്തിൻ്റെ മകളാണ്. അത് നീ മറക്കരുത്. ബാറ്റ് ചെയ്യാനായി ക്രീസിലെത്തിയപ്പോഴും ജെമി ഈ വാക്കുകൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ജെമി തൊട്ടടുത്ത മത്സരങ്ങളിലും ഈ പ്രാർത്ഥന ആവർത്തിക്കുകയും മികച്ച സ്കോർ നേടുകയും ചെയ്തു. ബാറ്റ് ചെയ്യുമ്പോഴും ബൗൾ ചെയ്യുമ്പോഴും ഫീൽഡ് ചെയ്യുമ്പോഴുമെല്ലാം ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യം ജമീമയിൽ ആഴപ്പെടുകയായിരുന്നു. 2014-15 കാലഘട്ടത്തിലാണ് ഇന്ത്യ അണ്ടർ 19 ക്യാമ്പിൽ പങ്കെടുക്കാൻ ജമീമയ്ക്ക് ആദ്യമായി അവസരം ലഭിച്ചത്. അന്ന് 14 വയസ്സായിരുന്നു. ക്യാമ്പിലെ ജമീമയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. മുൻപോട്ട് പോകാനാവില്ലെന്നും ക്രിക്കറ്റ് ഉപേക്ഷിക്കണമെന്നും വിചാരിച്ചിരുന്ന സമയത്താണ് ഒരു ദൈവവചനം ജമീമയുടെ തുണയ്ക്കായി എത്തുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. ബൈബിൾ വായിക്കുന്ന സമയത്ത് ഈ വചനം ജമീമയെ സ്പർശിച്ചു. ഇത്രയും നടത്തിയ ദൈവം തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയില്ലെന്നും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്നും ജെമിക്ക് ബോധ്യമായി. ക്രിക്കറ്റ് കരിയറിൽ അടുത്ത തലത്തിലേക്ക് ജമീമയെ ഉയർത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു പ്രതിസന്ധിയുടെ ആ കാലഘട്ടം. സ്വിംഗ് ബൗളിംഗ് നേരിടുന്നതിനുള്ള പരിചയക്കുറവാണ് ജമീമയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയ പിതാവ് 1 ലക്ഷത്തിലധികം രൂപ കടമെടുത്ത് ഒരു ബൗളിംഗ് മെഷീൻ വാങ്ങി. പിതാവിൻ്റെ ശിക്ഷണത്തിൽ കഠിന പരിശീലനം നടത്തി. കൂടുതൽ മികവോടെ ജെമി തിരിച്ചെത്തി. അടുത്ത വർഷം അണ്ടർ 19 തലത്തിൽ ഏറ്റവും കൂടുതൽ റൺസും ഏറ്റവും കൂടുതൽ വിക്കറ്റും ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റും ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും നേടിയത് ജമീമയായിരുന്നു. ജമീമ അംഗമായിരുന്ന മുംബൈ ടീം ദേശീയ ചാമ്പ്യന്മാരുമായി. 2017 നടന്ന വനിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമായ ചലഞ്ചർ കപ്പിലെ 3 മത്സരങ്ങളിൽ ജമീമയുടെ പ്രകടനം നിരാശാജനകമായിരുന്നു. ഇന്ത്യൻ ടീമെന്ന, അതിലുപരി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അംഗം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ വന്നതോടെ ജെമി ദുഃഖിതയായി. ആയിടെ ജെമി വായിച്ച ഒരാത്മീയ പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ അനുഭവം ഇപ്രകാരം വിവരിച്ചിരുന്നു: ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മരുഭൂമിയിലെ മണൽത്തരികളെ പോലെയും സന്തതികളെ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും ഏറെ നാളത്തേക്ക് അബ്രാഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ മക്കളുണ്ടാകാത്തതിൽ നിരാശപ്പെട്ട് പകൽ പുറത്തേക്കിറങ്ങുമ്പോഴെല്ലാം അബ്രാഹാം കണ്ടത് നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മരുഭൂമിയിലെ പൂഴിമണലാണ്. രാത്രിയിലാകട്ടെ ആകാശം നിറയെ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളും. ഈ കാഴ്ച ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയും അദ്ദേഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രചോദിതയായി ജമീമ ആദ്യം ചെയ്ത കാര്യം ഇന്ത്യൻ ജേഴ്സിയുടെ ഫോട്ടോ ഇൻ്റർനെറ്റിൽ നിന്നെടുത്ത് അതിൻ്റെ മുകളിൽ തൻ്റെ തലയുടെ ചിത്രവും ചേർത്ത ചിത്രം നിർമ്മിക്കുകയായിരുന്നു. പിന്നീടുള്ള എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ചിത്രത്തിൽ നോക്കി ജമീമ ഇപ്രകാരം പ്രാർത്ഥിച്ചു: യേശുവേ നന്ദി, ഈ വർഷം ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ എന്നെ അനുവദിക്കുന്നതിനെയോർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അബ്രാഹത്തെ പോലെ വിശ്വാസത്തിൻ്റെ വഴിയിൽ ദൈവം കൈപിടിച്ച് നടത്തിയ നാളുകളായിരുന്നു അതെന്ന് ജമീമ പറയുന്നു. 6 മാസത്തിനുള്ളിൽ അടുത്ത ചലഞ്ചർ ട്രോഫി വരികയും 3 മത്സരങ്ങളിലും ജമീമ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. എങ്കിലും ജമീമയുടെ പ്രായക്കുറവ് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുവാൻ തടസ്സമായേക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഏതായാലും എല്ലാ ദിവസവും കുടുംബം ഒന്നാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ കാത്തിരുന്ന ഫോൺ കോൾ എത്തി. ഇവാനാണ് ഫോൺ എടുത്തത്. നിങ്ങളുടെ മകൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു. ഇത് കേട്ടതും സാധാരണയായി വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ലാത്ത ഇവാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടർന്ന് അതൊരു കൂട്ടക്കരച്ചിലായി മാറി. ഇവാനും തവിതയും ജമിയും ചേർന്നുള്ള സന്തോഷത്തിൻ്റെ കൂട്ടക്കരച്ചിൽ. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം ആ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഉണ്ടായിരുന്നു. സാധാരണയായി 15 അംഗ ടീമിനെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ആ വർഷം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് 16 പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ജമീമ റോഡ്രിഗസ് ആയിരുന്നു 16ാമത്തെ അംഗമായി ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ താരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ജേഴ്സിയുമണിഞ്ഞ് ജമീമ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം അവിടെ പൂവണിയുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഇന്ത്യൻ ടീമിലെ ജമിയുടെ പ്രകടനം
കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ പോലും ജമീമയ്ക്ക് കളിക്കാൻ അവസരം ലഭിച്ചില്ല. താൻ തഴയപ്പെട്ടു എന്ന ചിന്തയാണ് ജമീമയ്ക്കുണ്ടായത്. പിന്നീട് നടന്ന ശ്രീലങ്കൻ പര്യടനത്തിലെ ആദ്യ 2 ഏകദിന മത്സരങ്ങളിലും ജമിക്ക് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചില്ല. അവസരം ലഭിച്ച 3ാമത്തെ ഏകദിന മത്സരത്തിലാകട്ടെ ആദ്യ ബോളിൽ തന്നെ ഔട്ടായി. തൻ്റെ കരിയറിൻ്റെ അവസാനമായി എന്ന് കരുതിയ ജമി അന്ന് കരഞ്ഞു തളർന്നാണ് കിടന്നുറങ്ങിയത്. പിന്നീടുള്ളത് ശ്രീലങ്കയ്ക്കെതിരായ 2020 മത്സരങ്ങളായിരുന്നു. അതിലാദ്യ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ജമി ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: യേശുവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഇത്രയൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കുറച്ച് കഴിവ്, കുറച്ച് ടെക്നിക്കുകൾ, കുറച്ച് പരിശ്രമം. 5 അപ്പവും 2 മീനും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ബാലനെ പോലെ ഞാനും ഇവയെല്ലാം നിന്റെ കരങ്ങളിൽ നൽകുന്നു. അവ വർദ്ധിപ്പിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിച്ചാലും. ഒരു വനിതാ അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ തുടർച്ചയായി 3 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ആ മത്സരത്തിൽ ജമീമ മാറി. തുടർന്നുള്ള മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ജമി പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. കുശവൻ്റെ കൈകൊണ്ട് മെനഞ്ഞെടുക്കപ്പെടുന്നതിനായി മൺപാത്രം കടന്നുപോകേണ്ട നിരവധി അവസ്ഥകളുണ്ട്. എന്നാൽ അവസാനം പൂർത്തിയായ പാത്രം വളരെ മനോഹരമായിരിക്കും. ഇത് തന്നെയാണ് തൻ്റെ കഥയെന്നും ജമി പറയുന്നു. സോഷ്യൽ മീഡിയയിലെ താരവും യുവജനങ്ങളുടെ റോൾ മോഡലുമാണിന്ന് ജമി. ആ കുതിപ്പിന് പിന്നിലുള്ള വിശ്വാസത്തിൻ്റെ കഥകൾ ഇന്ന് അനേകരെ പ്രചോദിപ്പിക്കുന്നു.